എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നിലവിലെ സാഹചര്യം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് സമാനമാണോ? കാരണം അത്രയ്ക്ക് സംഘർഷഭരിതമാണ് നിലവിലെ അവസ്ഥ. ഇനി അഥവാ മൂന്നാം ലോക മഹായുദ്ധമാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്ത് നമ്മളെ ആ വിവരം അറിയിക്കാത്തത് ആണെങ്കിലോ? നമുക്ക് അതേക്കുറിച്ചൊക്കെ ഒന്ന് നോക്കി വരാം. ഒന്നാം ലോക മഹായുദ്ധം. ആയിരത്തി 1914 മുതൽ 18 വരെയുള്ള കാലഘട്ടത്തിൽ നടന്ന ഒന്നാം ലോക മഹായുദ്ധത്തിൽ 1.5 കോടിയോളം ജനങ്ങളാണ് മരണപ്പെട്ടത്. ഇനി രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്താകട്ടെ ഈ കണക്കുകൾ നന്നായി ഉയർന്നു. ഏകദേശം 8.5 കോടി ജനങ്ങൾ, അതായത് അന്നത്തെ ജനസംഖ്യയുടെ 3% ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റപ്പെട്ടു. ഇനി നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം 2021 ആരംഭിച്ച മ്യാൻമാർ യുദ്ധത്തിൽ ഏകദേശം 90,000-ലധികം ജനങ്ങളാണ് മരണപ്പെട്ടത്. 2022 റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചു. ഇത് ലോകത്തിലുള്ള സകല ശക്തികളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധമായി മാറുമോ എന്നത് ഒരു വലിയ ആശങ്കയായി തുടരുന്നു. ഈ ഒരു യുദ്ധത്തിലാകട്ടെ എത്ര പേർ മരണപ്പെട്ടു എന്നുള്ള കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല എങ്കിൽ പോലും 4,30,000-ലധികം റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. ഉക്രൈനിൽ 55,000 സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് നൽകിയ വിവരങ്ങളിൽ ഉള്ളത്. എന്നാൽ അമേരിക്കൻ ഇന്റലിജൻസ്, CSIS പോലുള്ള ഏജൻസികൾ പറയുന്നത് 1,40,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മാനസിക പ്രതിസന്ധിയാണ് സുഡാനിൽ നേരിടുന്നത്. സുഡാൻ ആഭ്യന്തര യുദ്ധത്തിൽ 4 ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു. മിഡിൽ ഈസ്റ്റ് സാഹചര്യം അതീവ ഗുരുതരം. 2026 ഫെബ്രുവരിയിൽ ആരംഭിച്ച അമേരിക്കൻ ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധം. ഇതിൽ ഇറാനിൽ 6,000-ലധികം പേർ കൊല്ലപ്പെട്ടു. സാധാരണക്കാരും 250-ലധികം കുട്ടികളും ഈ ഒരു കണക്കിൽ ഉൾപ്പെടുന്നു. ഇനി ചുരുക്കത്തിൽ, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ഏകദേശം 10 ലക്ഷത്തിലധികം ജനങ്ങളാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ പകുതിയോളം പേരുമാകട്ടെ യുദ്ധം നേരിട്ടുണ്ടാക്കിയ രോഗങ്ങളും പട്ടിണിയും കാരണമാണ്. ഇതിൽ നേരിട്ട് ലിങ്കില്ല എന്ന് തോന്നിക്കുന്ന രോഗങ്ങളെ കൂട്ടിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട പോവർട്ടി ഇന്ത്യയിലും അലയടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ യുദ്ധങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് മറ്റാരുമല്ല, സാധാരണ ജനങ്ങൾ തന്നെ. യുദ്ധങ്ങളിൽ മാത്രം ഉൾപ്പെട്ടിട്ടുള്ള മരണങ്ങളുടെ കണക്കാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. മുൻപുണ്ടായതുപോലുള്ള ലോക മഹായുദ്ധങ്ങളായിരിക്കില്ല മൂന്നാം ലോക മഹായുദ്ധം. ഒഫീഷ്യലി ഇതുവരെ ഡിക്ലെയർ ചെയ്തില്ല എങ്കിൽ പോലും നിലവിലെ സാഹചര്യം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് സമമാണ്. ഇനി ഈ യുദ്ധങ്ങളുടെ എല്ലാം ബാക്കിപത്രം ജനസംഖ്യയുടെ കുറവും രോഗങ്ങളും പട്ടിണിയുമെല്ലാമാണ്. എന്തായിരിക്കും ഇതിന്റെ എല്ലാം ഉദ്ദേശം? നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.